2021 ഒരു കേസ് ചൂണ്ടിക്കാണിച്ച് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ദില്ലി പോലീസിന്റെ നീക്കം. AKG ഭവനിലെത്തിയ പോലീസിനെ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള നേതാക്കൾ മടക്കി അയക്കുന്ന സാഹചര്യമാണുണ്ടായത്. ഇപ്പോൾ ദില്ലിയിൽ നിന്ന് ഷമി പ്രഭാകർ കൂടി ചേരുന്നുണ്ട്. ഷമി, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു 2021 ഒരു ചെറിയ കേസിന്റെ പേരിലാണ് ഇപ്പോൾ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ദില്ലി പോലീസ് അവിടേക്ക് എത്തുന്നത്. അതും യൂണിഫോം പോലും ധരിക്കാതെയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥ അവിടെ എത്തിയത് എന്നുള്ളതാണ് വളരെയധികം പ്രസക്തം. കൂടാതെ തന്നെ ഈ കേസ് 30-ാം തീയതിയിലേക്ക് കോടതിയിലേക്ക് എത്താനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ദില്ലി പോലീസിന്റെ നീക്കം. ഈ ജന്തർ മന്ദിറിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ തുടക്കം മുതൽ തന്നെ ഐഷി ഘോഷിന്റെ സാന്നിധ്യം വളരെ വലുതായിരുന്നു. ഈ പ്രതികാര നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയതാണ്. എന്നാൽ അതിന് തൊട്ടു പിന്നാലെയാണ് നിസാര കേസുകളുടെ പേരുകൾ അല്ലെങ്കിൽ നിസാര കേസുകൾ ചുമത്തി ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഈ ദില്ലി പോലീസ് നീക്കം നടത്തുന്നത്. എന്താണ് വിവരങ്ങൾ? അവന്തിക, നമ്മുടെ രാജ്യത്തിന്റെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് തന്നെ നമുക്ക് കഴിയും. ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് കടന്നു വന്ന് ഞങ്ങൾ ഇന്നയാളെ അറസ്റ്റ് ചെയ്യാൻ വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെർമിഷൻ പോലും ചോദിക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് കടന്നു കയറുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ സാധാരണപ്പെട്ട ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് മാത്രം നമുക്കൊന്ന് ആലോചിച്ചാൽ മതി. SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ ദില്ലിയിലെ വിദ്യാർത്ഥി നേതാവുമായിട്ടുള്ള ഐഷി ഘോഷിനെ ഭീഷണിപ്പെടുത്താൻ, അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്നോ നടന്ന ഒരു കേസ് ഇവിടെ ബംഗ്ലാ ഭവനിലേക്ക് 2021 ഒരു മാർച്ച് നടത്തി എന്നുള്ള ഒരു കേസിലാണ് ഇപ്പോൾ പോലീസ് ഇവിടെ എത്തിയത്. അതിലും രസം, ഇതില് യൂണിഫോം ഇടാതെ ഇനി വന്ന് കയറുകയാണ്. അപ്പോഴാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ചോദിച്ചത്, നിങ്ങൾ പോലീസാണോ? നിങ്ങൾ പോലീസാണെങ്കിൽ നിങ്ങളുടെ യൂണിഫോം എവിടെ? നിങ്ങളുടെ ബാഡ്ജ് എവിടെ? നിങ്ങൾ എങ്ങനെ പോലീസാണെന്ന് ഞാൻ തിരിച്ചറിയും എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഇതുവഴി പോയപ്പോൾ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ കയറിയതാണ് എന്നാണ് മറുപടി പറയുന്നത്. ഇതുവഴി പോകുമ്പോൾ കയറി അങ്ങ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ സംവിധാനങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കോടതിയിൽ 30-ാം തീയതി കേസ് വരികയാണ്. 30-ാം തീയതി കേസ് വരുമ്പോൾ അവിടെ ഐഷി ഘോഷ് ഹാജരാകും. അത്രേ ഉള്ളൂ. ഒരു ധർണാ സമരം നടത്തി എന്നുള്ളതാണ് ഈ കേസിന് അടിസ്ഥാനമായിട്ടുള്ള FIR. അപ്പോൾ ആ ഒരു വിഷയത്തിന്റെ പേരിൽ ഇവിടെ CPIM എന്ന ദേശീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് ഒരു പെർമിഷൻ പോലും ഇല്ലാതെ വന്ന് അവിടെ ഇരിക്കുകയാണ് അറസ്റ്റ് ചെയ്യാൻ. എന്തൊരു അവസ്ഥയാണ് എന്ന് ആലോചിക്കൂ. അപ്പോഴേക്കുമാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഇവിടെ എത്തുന്നതും ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതും. അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞ ന്യായീകരണം, ഞാൻ ഹൈക്കോടതിയിൽ പോയിട്ട് വന്നു, മഴയായി, അതുകൊണ്ട് ഞാൻ യൂണിഫോം ഇടാതെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ വന്നതാണ് എന്ന മറുപടിയാണ് ലഭിക്കുന്നത്. അതായത് ഭീഷണിപ്പെടുത്തുക, അതുപോലെ ഏതെങ്കിലും പഴയ കേസുകൾ, ഇപ്പോൾ ഈ കേസിന്റെ ജന്തർ മന്ദർ സമരത്തിന്റെ പേരിലാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പഴയ കേസുകൾ ഉണ്ടെങ്കിൽ അത് തപ്പിയെടുത്ത് അതുമായി ബന്ധപ്പെട്ട് ആൾക്കാരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ഇവർ നടത്തുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ, ഈ പ്രതിഷേധ ശബ്ദങ്ങളെ ഒക്കെ ഇല്ലാതാക്കാൻ എന്തുമാത്രം എഫേർട്ടാണ് ഈ ഭരണകക്ഷി BJP സംഘപരിവാർ ഒക്കെ എടുക്കുന്നതെന്ന് നമ്മൾ കാണുകയാണ്. വലിയ പ്രതിഷേധം ഇവിടെ ഉയർന്നു വരുന്നു. നിരവധി പ്രവർത്തകർ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് വരികയാണ്. ഇപ്പോൾ CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറി D രാജ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്നുണ്ട്. CPIMന്റെ നേതാക്കൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP, ഒപ്പം തന്നെ വിജു കൃഷ്ണൻ അടക്കമുള്ള നേതാക്കന്മാരൊക്കെ തന്നെ, CPIM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ ഇവിടെയുണ്ട്. ഐഷി ഘോഷ് ഈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട SFIയുടെ അഖിലേന്ത്യാ തലത്തിലെ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, ഈ സമരത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഈ സമരത്തിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും നൽകി, ഒപ്പം തന്നെ സോനം വാങ്ചുക്കിനോടൊപ്പം നിരാഹാര സമരം അനുഷ്ഠിച്ച് അങ്ങനെ ദേശീയ ശ്രദ്ധയിൽ തന്നെ നിൽക്കുന്ന ഒരു പ്രവർത്തകയാണ്, SFIയുടെ നേതാവിനെയാണ്, ഒരു വിദ്യാർത്ഥിനിയാണ് എന്നുള്ളത് കൂടി ആലോചിക്കണം. പഴയ ഒരു സമൻസും എടുത്തിട്ട് വരികയാണ് അറസ്റ്റ് ചെയ്യാൻ. അതും ഒരു പാർട്ടി ഓഫീസിൽ കയറിയിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. നമ്മളവിടേക്കാണെങ്കിൽ ഇനി എത്ര ഇതാണെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഓഫീസിലേക്ക് പോലീസ് കടന്നു കയറാറില്ല. അത് ഒരു മര്യാദയാണ്, അതൊരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇത്തരം ഒരു മര്യാദയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് പോലും കാണിക്കാത്ത ഒരു ഭരണ സംവിധാനത്തിൽ ഒരു സാധാരണപ്പെട്ട മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ ജുനൈദ് എന്ന് പറഞ്ഞ് ഇവിടെ ഭക്ഷണം വിതരണം ചെയ്ത ഒരാള്, അദ്ദേഹത്തെ ദില്ലി പോലീസ് പിടിച്ചുകൊണ്ടുപോയി കണ്ണ് കെട്ടി രാത്രി മുഴുവൻ ചോദ്യം ചെയ്തു. ഈ ഭക്ഷണം കൊടുക്കാൻ പണം എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അതിക്രൂരമായ പീഡനം. അവരുടെ വീട്ടിലടക്കം ദിവസവും പോലീസ് കയറുകയാണ്, മക്കളെയും അതുപോലെ തന്നെ സഹോദരങ്ങളെയും പിടിക്കുകയാണ്. അങ്ങനെ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ മനുഷ്യരെ എല്ലാം
ഈ സമരത്തിന്റെ പേരിൽ വേട്ടയാടുകയാണ്. ഇനി ഒരിക്കലും ഇവരൊന്നും ഈ സമരത്തിന്റെ ഭാഗമാകാൻ പാടില്ല, ഒരു സമരത്തിന്റെയും ഭാഗമാകാൻ പാടില്ല എന്നൊരു നിലപാടിലേക്ക് അവർ എത്തുകയാണ്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ജനാധിപത്യ പ്രക്രിയയെ ഇരുമ്പ് ഉലക്ക കൊണ്ട് അടിച്ച് പരത്തി ഇല്ലാതാക്കി നിശബ്ദമാക്കി എല്ലാം അവസാനിപ്പിക്കാം എന്നൊരു തെറ്റിദ്ധാരണ. ഒരുപക്ഷെ ഈ അടുത്ത സമയത്ത് കേന്ദ്ര സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ വിദ്യാർത്ഥി സമരവും അതിനെ തുടർന്ന് ഉണ്ടായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും. ഒരു കാലത്തും രാജിവെക്കില്ല, അല്ലെങ്കിൽ ഇതൊന്നും ഞങ്ങൾ കണക്കാക്കില്ല എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് പാർലമെന്റിൽ പോലും ഈ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ പാർലമെന്റ് നിർത്തിവെച്ച് ഇണങ്ങി പോകുന്ന ഒരു സംവിധാനത്തിന് അവസാനം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എഴുതി വാങ്ങേണ്ടി വന്നു. അതൊരു വലിയ ആക്ഷേപമായി പോയി. അതുകൊണ്ട് എന്താണ്, കഴിഞ്ഞ 2 ദിവസമായി RSSന്റെ മുഖപത്രത്തിൽ CPIM-നെയും SFIയെയും ഇടത് സംഘടനകളെയും അപ്പാടെ ആക്ഷേപിച്ചുകൊണ്ട് നിരന്തരമായി ലേഖനങ്ങൾ വരികയാണ്. ഇന്നലെ രാവിലെ ഒരു ലേഖനം വരുന്നു, വൈകിട്ട് അത് അപ്ഡേറ്റ് ചെയ്തിട്ട് കുറച്ച് ആൾക്കാരുടെ അടക്കം പേര്, ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP, അതുപോലെ തന്നെ അരുന്ധതി റോയ്, അങ്ങനെ ഉള്ള കുറേ മനുഷ്യരുടെ പേരുകൾ ഇതിൽ ആഡ് ചെയ്തുകൊണ്ട് അവരെല്ലാം ഭീകരവാദികളാണ്, രാജ്യദ്രോഹികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുതുകയാണ്. ഇവർക്ക് ഇപ്പോഴും ഈ സമരം വിജയിച്ചു എന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. തങ്ങളുടെ ധാർഷ്ട്യവും തങ്ങളുടെ അഹങ്കാരവും ഒന്നും നടപ്പായില്ല, തങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ പോയില്ല എന്ന് മാത്രമല്ല, ഈ രാജ്യത്തൊരു ചെറുത്തുനിൽപ്പിന്റെ ശബ്ദം ഉണ്ട്.